ആണ് പെരുമാറുന്നത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാനീടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയി. മിസ്റ്റിസിസാണ് വിഷയം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി, അവൾക്കൊരു 7 വയസ്സ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾ മുൻപിലിരുന്നിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ഈ കുട്ടി, ചെറിയ കുട്ടിക്ക് ഇത്രയും ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുന്ന. അപ്പോൾ എനിക്ക് ആ കുട്ടിയെ ക്ലാസ് കഴിഞ്ഞാലൊന്ന് പരിചയപ്പെടണം എന്ന് തോന്നി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ അവളുടെ അച്ഛനമ്മയോടും പറഞ്ഞു, എനിക്ക് ഈ മാമനൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. അപ്പോൾ ആ വരുന്നതിന് മുമ്പ് ഞാനവിടെ ഒന്ന് അന്വേഷിച്ചു ആ കുട്ടിയെക്കുറിച്ച്, എന്താണ് അവൾ ഇത്രയും ശ്രദ്ധയോട് കൂടിയിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവളൊരു പ്രശ്നമാണ്. ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അവളൊരു പ്രശ്നമാണ്. പ്രശ്നം ഇൻ ദ സെൻസ് നെഗറ്റീവായിട്ടല്ല അവർ പറയുന്നത്, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എല്ലാറ്റിനും ചോദ്യം ചെയ്യും. മാത്രമല്ല, അവൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്നത് അവളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി അവളുടെ സ്കൂളിൽ ഒരു പ്രഭാഷണത്തിന് വന്നു. അപ്പോൾ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, മൈക്കിൻ്റെ ഇപ്പുറത്തുള്ള ആൾ എല്ലാവരോടും ഒന്ന് അടുത്തിരിക്കാൻ പറയും. ആണല്ലോ, നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും എല്ലാവരും ഒന്ന് അടുത്തിരിക്കും എന്ന് പറയും. അപ്പോൾ അദ്ദേഹം അതുപോലെ കുട്ടികളോടൊക്കെ പറഞ്ഞു എല്ലാവരും ഒന്ന് അടുത്തിരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി കൈപൊക്കി. അപ്പോൾ അത് ചോദിച്ചു, എന്താ മോളെ? അല്ല സാറേ, സാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരാൾ വന്നാൽ പോരെ, ഈ കുട്ടികൾ മുഴുവൻ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞാൽ എല്ലാവരും വേണ്ട, ഏതായാലും കറണ്ട് പോയല്ലോ, ഇപ്പോൾ മൈക്കില്ലല്ലോ. പിന്നെ മാഷ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന മുമ്പിൽ അദ്ദേഹം വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കാം. ഇങ്ങനെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് ഈ ഹയറാർക്കി അനുസരിച്ചാണ് നമ്മൾ പെരുമാറുക, ലോകത്തോടും മനുഷ്യരോടും എല്ലാവരോടും. മൈക്കിൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാതെ ഞാൻ ജ്ഞാനിയായി പോകും, അറിയാതെ നിങ്ങൾ വിവരമില്ലാത്ത ആളായി പോകും. അങ്ങനൊരു ധാരണ അറിയാതെ ഉണ്ടായി വരും. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടായി വരും. അപ്പോൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് അല്ല പിന്നെ ഫങ്ഷൻ ചെയ്യുക. എന്നേക്കാൾ അറിവുള്ള ആളായിരിക്കും മുമ്പിൽ വന്നിരിക്കുക, പക്ഷേ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു തോന്നലുണ്ട് അറിവുള്ള ആളാണെന്ന്. മുമ്പിലുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങും. പുതിയ കുട്ടികൾക്ക് ഈ ഹൈറാർക്കി ഇല്ല, ഈ മുകളിൽ താഴെ എന്ന് പറയുന്നില്ല. അവർ കോമൺ സെൻസാണ് അവരിൽ കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യത്തിലേക്കാണ് നോക്കുന്നത്, ആര് പറയുന്നു എന്നതിലേക്ക് നോക്കുന്നില്ല. നമ്മളൊക്കെ ആര് പറയുന്നു എന്നുള്ളത് നോക്കുക, എന്ത് വിഡ്ഢിത്തരായാലും ഫോളോ ചെയ്യും. കുട്ടികൾ കാര്യത്തെ അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത്. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ തോന്നും. നീ പോകരുത് എന്ന് പറയുമ്പോൾ കുട്ടി ചോദിക്കും, എന്താ പോയാൽ? അപ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി എന്നാണ്. അപ്പോൾ എന്താ പോയാൽ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുട്ടി അനുസരണയില്ലാത്ത ആളാണെന്നാണ്. പക്ഷെ കൃത്യമായിട്ട് കുട്ടിയോട് പറഞ്ഞു കൊടുക്കൂ, എന്തുകൊണ്ട് പോകണ്ട എന്ന് കൃത്യമായിട്ടാണ് പറയുന്നതെങ്കിൽ അവരനുസരിക്കും, നമ്മളെക്കാൾ അനുസരിക്കും. പക്ഷേ നമ്മളിൽ ആ വ്യക്തിത്വമില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളോട് സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് കുട്ടികളോടൊന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോട്, അധ്യാപകരോടാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അറിയേണ്ടത്, പേരൻസ് അറിയേണ്ട ഒരു വിഷയം, പേരൻസ് ആയിക്കോട്ടെ, പേരൻസ് എന്ന് മാത്രമല്ല ഞാൻ പറയാം, എനിക്ക് കുട്ടികളൊന്നുമില്ല, പക്ഷെ ഞാനും അറിയേണ്ടതാണ്. എൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞ് വന്നിരുന്നാൽ, പ്രായം കുറഞ്ഞൊരു കുട്ടി വന്നിരുന്നാൽ, ഞാൻ ആദ്യം തീരുമാനിക്കണം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു വ്യക്തിയാണെന്ന്, ഒരു ഇൻഡിവിജ്വലാണ്, കുട്ടികളിന്നില്ല. രണ്ടാമത്, അവരോട് ഈക്വലായിട്ട് ഒരു വ്യക്തിയാണ് വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണമെന്നാണ് അർത്ഥം. കാരണം അവർക്ക് ആഴത്തിലുള്ള അറിവുണ്ട്, നമ്മളെക്കാൾ പലപ്പോഴും കോമൺ സെൻസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ നീട്ടി പറഞ്ഞ് വരുമ്പോൾ കുട്ടി പറയും, നിങ്ങൾ കാര്യം പറയുന്നത്, കം ടു ദ പോയിൻറ്റ്. അത് ഇൻ്റലിജൻസിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഒരുപാട് എനർജി പറഞ്ഞ് കളയണ്ട, നിങ്ങൾ കാര്യം പറയൂ. ഇത് പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറയില്ല. ചരിത്രത്തിൻ്റെ ഭാരം താങ്ങാൻ കുട്ടികൾ തയ്യാറല്ല. എൻ്റെ വല്യാപ്പൻ ഇങ്ങനെയായിരുന്നു, അപ്പച്ചൻ ഇങ്ങനെയായിരുന്നു എന്ന് അവർക്ക് കേൾക്കണ്ട. അപ്പോൾ അവർ ഈ ഭൂതകാലത്തിൻ്റെ ഭാരം താങ്ങാൻ തയ്യാറല്ല. ഹൈറാർക്കി അവരിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല. പിന്നെ ജെൻഡർ ഡിഫറൻസ് അവർക്കില്ല. ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ സ്ഥലത്ത് ആൺകുട്ടികളുമായിട്ട് ഇടകലർത്തിയിരുത്തി മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ ടെൻഷൻ ഉണ്ടാവില്ല. അവർ വളരെ അനായാസതയോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണാം. ഇനി വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, ജെൻഡർ ഡിഫറൻസ് ഇല്ല എന്നൊക്കെ പറയുന്ന മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരു സ്ഥലത്ത് വട്ടത്തിലിരുന്നു എന്ന് കരുതുക. ചിന്തയിൽ അവർക്ക് ഇക്വാലിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ ബോഡി ലാംഗ്വേജിൽ ഇക്വാലിറ്റി ഉണ്ടാവില്ല. ബോഡി ലാംഗ്വേജിൽ ആണും പെണ്ണും കൂടി തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് അവരവർക്ക് തോന്നുക. ഒന്നറിയാതെ അടുത്തിരിക്കുമ്പോൾ സ്ത്രീകളൊന്ന് ഇത്തിരി മാറിയിരിക്കും, പുരുഷന്മാർ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടിരിക്കും. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ്, ചിന്തയിൽ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ല. അപ്പോൾ പുതിയ കുട്ടികളുടെ ബൈ ബർത്ത് തന്നെ
അവരെല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ആണും പെണ്ണുമായിട്ടല്ല ഇരിക്കുന്നത്. ശരീരത്തിൽ ആണും പെണ്ണുമായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ബോധത്തിൽ അവർക്ക് മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ അവർക്ക് വ്യക്തികളാണ്. പിന്നെ സെക്ഷൽ ഫീലിങ്സ് അതൊക്കെ നാച്ചുറലായിട്ട് വരുമായിരിക്കും. പക്ഷേ കാണുമ്പോഴൊക്കെ ഇതൊരു പെണ്ണാണെന്നും അല്ലെങ്കിൽ ഇതൊരാണാണെന്നും ഉള്ള ഒരു ഫീലിലല്ല അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പൊതുവെ, ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, പൊതുവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് നമ്മളോട് മാറി നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളങ്ങനെ അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് അവരിൽ സംഭവിച്ചിട്ടുള്ളൊരു വലിയ ട്രാൻസ്ഫോർമേഷനാണ്. ഇതേപോലെ തന്നെ രാഷ്ട്രീയമായ ഭേദങ്ങൾ, മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇതൊന്നും അവരെ നമ്മളെ ബാധിക്കുന്നത് പോലെ ബാധിക്കുന്നില്ല. ഇപ്പോൾ പുതിയ തലമുറയെ നോക്കിയിട്ട് ആളുകൾ എല്ലാ കാലത്തും പറയുന്നൊരു വാക്കാണ് പുതിയ തലമുറ കൊള്ളില്ല, പഴയ തലമുറ കൊള്ളാം. ഇത് എല്ലാ കാലത്തും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മനുഷ്യൻ്റെ ചരിത്രം വളരെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ ഏറ്റവും നല്ല കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്ര നല്ല മനുഷ്യരുണ്ടായ കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മൾ ചരിത്രം മുഴുവൻ യുദ്ധങ്ങളുടെ ചരിത്രമാണ്, പകപോക്കലിൻ്റെ ചരിത്രമാണ് കൂടുതലും. പക്ഷെ ഇന്ന് നല്ല മനുഷ്യർ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ കമ്പാഷനുള്ള കുട്ടികൾ ഇന്നാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ പണ്ട്, ഇപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊരു 5 പേര് ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. സൈഡിലൊരു നായയെ കണ്ടു എന്ന് കരുതുക. 2 നായ്ക്കളെ കണ്ടാൽ ഞങ്ങൾ 5 പേരും ചിതറിയിട്ട് നോക്കും, കല്ല് നോക്കും നായനെ എറിയാൻ. 5 ആൾക്കും നായനെ എറിയണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ കുട്ടികൾ പോകുന്നു, 5 കുട്ടികൾ ഒരുമിച്ച് നടന്നു പോകുന്നു. ഒരു നായനെ കണ്ടു കഴിഞ്ഞാൽ 5 ആളിൽ ഒരാൾ ചിലപ്പോൾ കല്ലെടുക്കാൻ പോയിട്ടുണ്ടാവും, 4 ആളും അത് തടയുന്ന ആളായിരിക്കും. ജീവികളെ ഉപദ്രവിക്കുന്ന കുട്ടികൾ ഇന്ന് കുറവാണ് പഴയതിനേക്കാൾ. അവരെ അതിന് സഹിക്കാൻ പറ്റുന്നില്ല. കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിച്ചു നോക്കുന്നില്ല. ഞാൻ ഈയിടെ ഒരു ചെറിയ കഥ വായിച്ചിരുന്നു. ഞാൻ എവിടെ പോകുമ്പോഴും പറയുന്നൊരു കഥയാണ്, കുട്ടികളെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ പാരൻറ്റിംഗ് എന്നുള്ള ഒരു വിഷയം തുടങ്ങേണ്ടത്. അതുകൊണ്ട് ആ കഥ എപ്പോഴും പറയും. എന്നോട് പലരും ചോദിക്കും എന്തിനാ അതിങ്ങനെ ആവർത്തിക്കുന്നതെന്ന്. ഒരു 12 വയസ്സും 6 വയസ്സുള്ള 2 കുട്ടികൾ ഒരു വീടിൻ്റെ പുറത്ത് പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഉലാത്തുകയാണ്. അപ്പോൾ ഒരുപാട് പക്ഷികൾ, പൂമ്പാറ്റ, തുമ്പികളൊക്കെ ഇങ്ങനെ വന്ന് കളിക്കുന്നതൊക്കെ നോക്കിയിട്ട് അവരകത്തേക്ക് കയറി പോവുക. അപ്പോഴേ ഒരു ചെടിയിലിരിക്കുന്ന അമ്മത്തുമ്പി അതിൻ്റെ മോളോട് പറയാണ്, മോളെ പുതിയ തലമുറയായത് നന്നായി, പഴയ തലമുറ ആയിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് കല്ലെടുപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ തുമ്പിനെ പിടിച്ച് കല്ലെടുപ്പിക്കുന്ന എത്ര കുട്ടികളുണ്ട്? അവർ കണ്ടുപോകുന്നേ ഉള്ളൂ, അതിനെ ഞരടി കൊല്ലാൻ പോകുന്നില്ല. അപ്പോൾ ഈ കമ്പാഷൻ്റെ എലമെൻറ്റ്, ആസ്വാദനത്തിൻ്റെ എലമെൻറ്റ്, കോമൺ സെൻസിൻ്റെ എലമെൻറ്റ്, ഇതൊക്കെ വളരെ കൂടുതലാണ് പുതിയ കുട്ടികളിൽ. കുട്ടികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതല്ല, ഇഷ്ടംപോലെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഇപ്പോൾ ഈ ചോയ്സസിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഗൈഡൻസ് അവർക്ക് ആവശ്യമാണ്. അതുണ്ട്. പക്ഷേ അവരുടെ ഫാക്കൽറ്റി വളരെ റിച്ചാണ് നമ്മളെക്കാൾ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, 40 വയസ്സിന് മുകളിലുള്ള മനുഷ്യരെല്ലാം ഒറ്റയടിക്ക് തട്ടിപ്പോയി എന്ന് കരുതുക ലോകത്തുനിന്ന്, ഈ ലോകം മനോഹരമായിരിക്കും. കാരണം ഇന്ന് ലോകത്തെ എല്ലാ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് മുതിർന്നവരാണ്, കുട്ടികളല്ല. ശ്രദ്ധിച്ചു നോക്കിയല്ലേ, ആരാണ് യുദ്ധം ഉണ്ടാക്കുന്നത്, ആരാണ് വർഗീയത ഉണ്ടാക്കുന്നത്, ആരാണ് കലാപം നയിക്കുന്നത്? കുട്ടികളെ ഉപയോഗിക്കുന്നതെന്നുള്ളൂ. അവരിലേക്ക് നോക്കും, അവർക്ക് റിലീജിയസ് ആയിട്ടുള്ള ഈ തീവ്ര സ്വഭാവമില്ല സത്യത്തിൽ. അവർ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. ഈ 40 വയസ്സിന് മുകളിലുള്ള മനുഷ്യർക്കാണ് ഇത്തരം തീവ്രമായിട്ടുള്ള സ്വഭാവങ്ങളും ചിന്തകളൊക്കെ ഉള്ളത്. അതിപ്പോൾ ഇങ്ങനെ അഴിഞ്ഞു വരുന്നുണ്ട്. നമ്മളൊന്ന് അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇതാണ് എനിക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ്. കാരണം പുതിയ കുട്ടികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. അവരൊരു ഇൻഡിവിജ്വലാണ് എന്നതിലേക്ക് വെളിച്ചം വീശാൻ ഒരു പശ്ചാത്തലമായിട്ട് ഇത്രയും മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും പുതിയ സ്റ്റഡീസൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വിഷയം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ്. സ്പർശിക്കുക എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരു അയവ് ചെറുതൊന്നുമല്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സ്പർശിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങളിൽ വയലൻസും ഫ്രസ്ട്രേഷനും ഡിപ്രഷനും കൂടി വരും. എത്ര അച്ഛനമ്മമാർ മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ട്? എത്ര അച്ഛനമ്മമാർ രാവിലെ എണീറ്റ് കുഞ്ഞുങ്ങളെ നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട്? ആകെ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം. അതാണ് രണ്ടാമത്തെ കാര്യം. കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്നിനും വേണ്ടിയല്ലാതെ മാതാപിതാക്കൾ സമയം ചിലവഴിക്കുന്നില്ല. പണ്ട് നമ്മളുടെ കൂടെ കളിക്കാൻ ആരൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ കളിക്കാനല്ല അച്ഛനമ്മമാരിയ്ക്കുന്നത്, സമയം ഉണ്ടാക്കിയിരിക്കുന്നത് പഠിപ്പിക്കാനാണ്, പേടിപ്പിക്കാനാണ്. പേടിപ്പിച്ചാലേ പഠിക്കുള്ളൂ.
അപ്പോൾ സ്നേഹത്തോടു കൂടി ഒന്നിനും വേണ്ടിയല്ലാതെ അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, അവരെ സ്പർശിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ നെറ്റിയിൽ ഒരു ഉമ്മ വയ്ക്കുക, ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ നാളെ വ്യക്തിത്വമുള്ള കുട്ടികളായിട്ട് വരും. ഇപ്പോൾ മയക്കമരുന്ന്, ഒരു കുഞ്ഞ് മയക്കമരുന്നിൻ്റെ അടിമയായി, നമ്മൾ മയക്കമരുന്നിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടൊരു കാര്യമില്ല. പാരലലായിട്ട് അവരെന്തുകൊണ്ട് മയക്കമരുന്നിലേക്ക് പോയി, അവരെന്തുകൊണ്ട് വയലൻസിലേക്ക് പോയി എന്നതിൻ്റെ റൂട്ട് റീസണിലേക്ക് പോകുമ്പോൾ മനസ്സിലാവുന്നത് അവർക്ക് കിട്ടേണ്ടതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, സമയാസമയങ്ങളിൽ കൊടുത്തിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർക്ക് തോന്നുന്ന താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സമയം കൊടുക്കലാണ് സ്നേഹം എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പാരൻസ് ഒരു കുഞ്ഞിനോട് റിലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാൽ ചുരുക്കി പറയണം. ഓരോന്നും നമ്മൾ എലാബറേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവരോട് സുഹൃത്തുക്കളായിട്ടിരിക്കണം. നമുക്ക് നമ്മളുടെ അധികാരം ചെലുത്താനുള്ള അടിമകളല്ല കുട്ടികളെന്ന് തിരിച്ചറിയണം. സുഹൃത്തുക്കളായിട്ട് അവരുടെ കൂടെ ഇരിക്കണം. 2, ദിവസവും അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം, അവരെ ചുംബിക്കണം. ഈ സ്പർശം കൊടുക്കുന്ന ഒരു വാല്യൂ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്താണ്. 4, ഒന്നിനും വേണ്ടിയല്ലാതെ അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. അവർക്ക് പറയാനുള്ളത് എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാനുള്ള ചെവി നമ്മൾ തുറന്നു വെച്ച് കൊടുക്കണം. സ്നേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ വാക്ക്, ഏറ്റവും വലിയ നിർവചനം സമയം കൊടുക്കലാണെന്നാണ്. അവർ എന്തും പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാലും മുൻവിധിയില്ലാതെ കേൾക്കുന്ന മാതാപിതാക്കൾ ഞങ്ങൾക്കുണ്ട് എന്ന തോന്നൽ അവരിലുണ്ടാക്കണം. ഇത്രയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അവർ നല്ല വ്യക്തിത്വമുള്ള കുട്ടികളായിട്ടും, ബേസിക്കായിട്ട് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അവർ നല്ല വ്യക്തിത്വമുള്ള കുട്ടികളായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതാണ് പാരൻറ്റിങ്ങിൽ നമ്മൾ മിനിമം ശ്രദ്ധിക്കേണ്ട ചെറിയ